ഹായ്, നമസ്കാരം. പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ആയിട്ടുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അതിനുവേണ്ടി ഇവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഫയലിംഗ് എന്ന് ടൈപ്പ് ചെയ്യണം. അത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻകം ടാക്സിൻ്റെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഞാനത് ഓപ്പൺ ചെയ്യുന്നു. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ക്വിക്ക് ലിങ്ക്സ് എന്നത്. അതിൽ ഇവിടെ കാണുന്ന രണ്ടാമതായിട്ട് കാണുന്ന ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ പേജ് ലോഡായി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും എൻ്റർ ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. അതിന് താഴെയായിട്ട് പാൻ എന്ന് കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ പാൻ നമ്പർ ടൈപ്പ് ചെയ്യുക. ഇനി അതിന് താഴെയായിട്ട് ആധാർ നമ്പർ എന്ന് കാണാം. അവിടെ ആധാർ നമ്പറും ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇത് ആക്റ്റീവ് ആയത് കാണാൻ പറ്റും. വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പാൻ നോട്ട് ലിങ്ക്ഡ് വിത്ത് ആധാർ, പ്ലീസ് ക്ലിക്ക് ഓൺ ലിങ്ക് ടു ലിങ്ക് യുവർ ആധാർ വിത്ത് പാൻ. ഞാനത് ക്ലോസ് അടിക്കുന്നു. നമുക്ക് വേറെ ഒന്ന് ചെക്ക് ചെയ്യാം. ഹോമിൽ വരുന്നു, ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന പാൻ എന്ന് കാണുന്ന അവിടെ പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്യുക. അതിന് താഴെ ആധാർ നമ്പർ, വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും യുവർ പാൻ ഈസ് ഓൾറെഡി ലിങ്ക്ഡ് ടു ഗിവൺ ആധാർ. അതായത് ഫസ്റ്റ് ചെക്ക് ചെയ്തത് ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് ചെക്ക് ചെയ്തത് പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ആയിട്ടുണ്ട്. ഞാൻ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.